മന്ന വീഡിയോയിൽ നിന്ന് ഇച്ചിരി മനഃശാസ്ത്രം ആയാലോ? മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്ലാന്റ് സയൻസിൻ്റെ ആളല്ലേ. പ്ലാന്റ് സയൻസിൽ ഡോക്ടറേറ്റ് എടുത്ത ആൾക്ക് മനഃശാസ്ത്രം മനുഷ്യരുടെ അല്ല ശാസ്ത്രം. മനഃശാസ്ത്രം ഇതുണ്ട്, ഈ പളർന്ന് പന്തലിച്ച് നീണ്ട് അറ്റത്തോടു കൂടി കിടക്കുന്ന ഈ പ്ലാന്റ് ഒരുപാട് പടർന്നിട്ടുണ്ട്. പടർന്നൊരു ഏരിയ തന്നെ അവരങ്ങ് കവർ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതൊരു വെജിറ്റേറ്റീവ് ഗ്രോത്ത് മാത്രമാണെന്ന് എനിക്കറിയാം. ഇത് ഞാൻ നട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം വെജിറ്റേറ്റീവ് ഗ്രോത്ത് അല്ല. കാരണം ഇതിൻ്റെ റിപ്രൊഡക്ഷൻ നടന്നാലേ എൻ്റെ ഉദ്ദേശം സാധ്യതമാവുകയുള്ളൂ. അതിനിപ്പം ഞാൻ ഇവരോട് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് ആവശ്യപ്പെടുന്നത്. അതായത് ഇവരുടെ മനസ്സിനും ശരീരത്തിനും ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്ന് നന്നായിട്ടൊന്ന് പേടിപ്പിച്ചു. മേലാൽ ഇതുപോലെ നീണ്ടു പോകുകയല്ലാതെ റിപ്രൊഡക്ഷൻ നടത്തുന്നില്ലെങ്കിൽ നിന്നെ വെട്ടിക്കളയാൻ പോവുക, അങ്ങനെ പറഞ്ഞു ഞാൻ. അപ്പോൾ പറഞ്ഞത് മാത്രമല്ല, ഞാനങ്ങ് പ്രവർത്തിക്കുകയും ചെയ്തു. ഒരാഴ്ച കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ ആടുകൂട് വെട്ടിക്കളഞ്ഞു. ഈ നീണ്ട് നിൽക്കുന്നതെല്ലാം വെട്ടാൻ പോവുക. ഒട്ടും സങ്കടം തോന്നിയില്ല. ഞാൻ ആ വളർത്തിയ പ്ലാന്റിൻ്റെ, ഇതൊരു വെജിറ്റബിൾ ഗാർഡനിൽ വളർത്തിയിരുന്നതാണ്. അതിൻ്റെ എല്ലാം എനിക്ക് എത്താവുന്ന അത്രയും ഹൈറ്റിലുള്ള സകല അഗ്രഭാഗങ്ങളും, അതിൻ്റെ അഗ്രയെല്ലാം ഞാൻ മുറിച്ച് മാറ്റിക്കളഞ്ഞു. അപ്പോൾ മുറിച്ച് മാറ്റി പറഞ്ഞതുപോലെ തന്നെ വഴക്ക് പറഞ്ഞു. നീ ഇങ്ങനെ വളർന്നിട്ട് എനിക്ക് കാര്യമൊന്നുമില്ല, ഞാൻ നിന്നെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്യാൻ പോവുക. നീ പുഷ്പിക്കുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കടയോടെ പറിച്ച് കളയും എന്നെല്ലാം പറഞ്ഞ്. കടയോടെ പറിച്ച് കളയാൻ എനിക്ക് പറ്റില്ലല്ലോ, കാരണം അതെൻ്റെ സ്വന്തം ഒരു പ്ലാന്റ് അല്ലേ. അതിന് ഞാനല്ലാതെ ആരെങ്കിലും ഉണ്ടോ? അപ്പം ഞാൻ ഇതിനെ ഇച്ചിരി ക്ഷതം വരുത്തി, വേദനിപ്പിച്ചു. വേദന എടുത്താൽ ഇവൾ പുഷ്പിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതാണ് ഇവരുടെ മനഃശാസ്ത്രം. ഇതുപോലെ എനിക്ക് വേറെ ഒരു വേറാപ്പിളുണ്ടായിരുന്നു. ഇതേപോലെ അങ്ങ് വലിയ വളർച്ചയാണ്, ഒട്ട് പുഷ്പിക്കുന്നുമില്ല, ഒന്നുമില്ല. ഇതേ ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തു. നല്ലൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു, അതുപോലെ വെട്ടി. എന്തു പറയണം, ഒരു മാസം കഴിഞ്ഞപ്പം നന്നായിട്ട് പുഷ്പിച്ചു. അത് പൂക്കൾ കുറേ കായകളൊക്കെ ആയി. പിന്നെന്തോ അത് ഞാൻ വെട്ടിക്കളഞ്ഞു. മൊത്തത്തിൽ അതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അത് റിമൂവ് ചെയ്തു. അന്ന് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഞാനിത് വെട്ടിക്കളഞ്ഞു. ഇതിൻ്റെ ഇല കണ്ടാൽ അറിയാം ഇതൊരു പയറ് വർഗ്ഗമാണെന്ന്. അപ്പോൾ അതിൻ്റെ പൂ കണ്ടാൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഇതെന്താണെന്ന് ഒരുപക്ഷെ പറയാൻ പറ്റുമായിരിക്കും. ഇതൊക്കെ എൻ്റെ പള്ളിയിൽ, ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾക്കൊരു ഷെയറിംഗ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ബാർട്ടർ സിസ്റ്റം. എന്തെങ്കിലുമൊക്കെ ഉള്ളതിൻ്റെ സീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈകാര്യം ചെയ്യും. അപ്പോൾ ഇന്നിപ്പം ഞങ്ങളുടെ പള്ളിയിലെ ഷേർലി അലക്സ് തന്ന ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്തുണ്ടായ പയറ് ചെടിയാണ്. പക്ഷേ ആർക്കും, ഇന്ന് ഞങ്ങൾക്കൊരു വൺ ഡേ ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് എന്നെപ്പോലെ തന്നെ എല്ലാവരും അനുഭവിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ചൊന്ന് അവരോടൊന്ന് പറഞ്ഞേക്കാം. ഇത് ഞാനൊരു മാസം മുമ്പ് ചെയ്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. കക്ഷി പറഞ്ഞത് അതുപോലെ കണ്ടോ, ഒരു കൊല പൂവ് ഇവിടെ കണ്ടു. പിന്നീട് ഞാൻ പല സ്ഥലത്തും പരിശോധിച്ചപ്പോൾ പലയിടത്തായിട്ട് പുഷ്പിച്ചിരിക്കുന്നു. ഇത് കണ്ടോ, എനിക്ക് തന്നെ നിന്ന് കാണാവുന്ന രീതിയിൽ അടുത്ത കൊല പൂവ്. അങ്ങനെ ഞാൻ ചുറ്റും നടന്നു നോക്കിയപ്പോൾ പല സ്ഥലത്തായിട്ട് അവൾ അനുസരിച്ചു. കണ്ടോ, പിന്നീട് നിങ്ങൾക്ക് കാണാമോയെന്നറിയില്ല, കണ്ടോ അടുത്ത പൂക്കുല. അതിനകത്ത് പൂക്കൾ വിരിഞ്ഞു തുടങ്ങി, നന്നായിട്ട് വിരിഞ്ഞു. കണ്ടോ, ഈ പൂങ്കുല വിരിഞ്ഞ പൂങ്കുല. ഈ പൂ കണ്ടാൽ എന്ത് പൂവാന്ന് പറയാൻ മനസ്സിലാക്കാൻ പറ്റുമോ? ഇങ്ങനെ ഇതാ ഇവിടെ വേറൊരു പൂങ്കുല. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് ചുറ്റും നോക്കിയപ്പോൾ ഒരുപാട് സ്ഥലത്ത് അവൾ പുഷ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞത് വളരെ വാസ്തവമാണ്. അത് അനുസരിക്കും, ഭയപ്പാടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. കണ്ടോ, അതിൻ്റെ താഴെ ഒരു പൂ.
പൂങ്കുലയിലാണ് ഏറ്റവും കൂടുതൽ പൂവ് വിരിഞ്ഞു തുടങ്ങിയത്. ഇതിൻ്റെ പൂ കാണാമല്ലോ, നല്ല വലിയ പൂക്കളാണ്. ഒരു പർപ്പിൾ കളറിലാണ് ഈ പൂവ് ഇരിക്കുന്നത്. ഈ പയറ് ചെടിയുടെ പ്രത്യേകതയാണ് പയറിൻ്റെ പൂക്കളെല്ലാം ഒരു ബട്ടർഫ്ലൈ ലൈക്കാണ്. എന്നുവെച്ചാൽ ഒരു പൂമ്പാറ്റ പോലെയാണ് വിരിഞ്ഞു വരുന്നത്. ഇതിനകത്ത് ഒരു പൂവേ വിരിഞ്ഞിട്ടുള്ളൂ, മറ്റതൊക്കെ മുട്ടുകളാണ്. ഈ ഇലകളും പൂക്കളും ഇതിൻ്റെ വള്ളികളും ഇതിൻ്റെ മട്ടും ഇതൊക്കെ കണ്ടിട്ട് ഇതെന്ത് പയറാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.